നമസ്കാരം. വിനു വി ജോണിന്റെയും സിന്ധു സൂര്യമാന്റെ ശ്രദ്ധയ്ക്കാണ് ഈ കൂടെ വന്നിട്ട് ഇനി നിഷ്പക്ഷത എന്ന വാക്ക് മേലാ ഉച്ചരിച്ച ഊപ്പാട് വന്നു എന്ന് പറയാണ്. കേരളത്തിലെ ഏറ്റവും തീവ്രതയേറിയ സംഘി ചാനൽ ഏതെന്ന് ചോദിച്ചാൽ ജനമാണെന്ന് ഇനി ആരും പറയല്ലേ. ഏഷ്യാനെറ്റ് അതാണെന്ന് അവർ തന്നെ സ്വയം സമ്മതിച്ചിരിക്കുകയാണ്. വിശ്വഗുരു 3-ാം തവണ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് അറിഞ്ഞ ഉടനെ ഏഷ്യാനെറ്റ് അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിന്റെ കവർ ഫോട്ടോ മാറ്റിയിരിക്കുകയാണ്. ദേ കണ്ടേ, കേരളത്തിൽ ജനൻ TV പോലും അവരുടെ കവർ ഫോട്ടോ ഇങ്ങനെ ആക്കിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ള ചാനലുകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ആവേശം കൊണ്ട് വിനു വി ജോൺ ഓടിച്ചെന്നു സ്ഥാപനത്തിന്റെ കവർ ഫോട്ടോ തന്നെ തന്റെ കൺകണ്ട ദൈവത്തിൻ്റെതാക്കി മാറ്റുകയാണ്. എന്തൊരവസ്ഥയാണ്. കേരളത്തിലെ സംഘപരിവാർ ചാനൽ, നേരത്തെ തന്നെ സംഘപരിവാർ ചാനലാണ്, അതായത് നല്ലൊരു 916 സംഘിയായിട്ടുള്ള മുതലാളി രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ അദ്ദേഹം തോറ്റെന്ന് പറയാൻ തന്നെ എന്തൊരു വിമ്മിട്ടമായിരുന്നു. തോറ്റെന്ന് പറയാൻ വിനു വി ജോൺ ഇനി ഏതെങ്കിലും ബൂത്ത് എണ്ണ ഉണ്ടോ? ഇനി ഏതെങ്കിലും വോട്ടിംഗ് മെഷീൻ കാണാതെ പോയിട്ടുണ്ടോ? വോട്ടിംഗ് മെഷീൻ എല്ലാം കിട്ടിയോ? എല്ലാം നോക്ക്, അവിടെയൊക്കെ വല്ല പരതി നോക്കുന്ന റിപ്പോർട്ടർ അടുത്ത് പറയാൻ. ഇനിയിപ്പോ അതെങ്ങാനും കാണാതിരിക്കുന്നുണ്ടെങ്കിലോ അതും കൂടി എണ്ണാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇനി വഴിയിൽ എവിടെയെങ്കിലും വല്ല വോട്ടിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞ വ്യക്തിയാണ്. ഇപ്പോ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാകുന്നുണ്ടല്ലോ. എന്തിനാണ് വൈകിട്ടത്തെ കരയോഗ കച്ചേരി നടത്തുന്നതെന്ന്. കാര്യം കുറച്ച് നായന്മാരെയും വിളിച്ചിരുത്തി, പിന്നെ കുറച്ച് കൃസംഗികളെയും വിളിച്ചിരുത്തി എല്ലാ ദിവസവും നടത്തുന്ന കരയോഗം എന്തിനാണ്? അതായത് ഈ സംഘി വാലാട്ടികളുടെ ഒരു കച്ചേരി തന്നെയാണ് നടക്കുന്നത്. ആ സംഘി വാലാട്ടികളുടെ കച്ചേരി നടത്തിയതിനു ശേഷം കേരളത്തിലെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനാണെന്നാണ്, ഒരു മാധ്യമ സ്ഥാപനമാണ്. ആ മാധ്യമ സ്ഥാപനത്തിന്റെ കവർ ഫോട്ടോ ഇവിടെ എല്ലാവരും ഒരു ഓതറൈസ്ഡ് സംഘപരിവാർ ചാനലായിട്ട് പറയുന്നത് ജനൻ TV ആണ്. കാര്യം ജനൻ TV പച്ചയ്ക്ക് സംഘപരിവാർ അനുകൂല ചാനലാണെന്ന് അവർ പറഞ്ഞുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടും നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഇവിടെ പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, സ്വതന്ത്രമായി എന്തും ചെയ്യാനായിട്ട് ഞങ്ങളുടെ യജമാനൻ ഞങ്ങൾക്ക് അനുമതി തന്നിട്ടുണ്ട്, എവിടെ വേണമോ പോയി കിടന്ന് കുരയ്ക്കാൻ വേണ്ടി ഞങ്ങൾ അടിമകൾക്ക് പറ്റും. ആ അടിമകളാണ് ഇപ്പോൾ കവർ ഫോട്ടോ എന്താക്കി വെച്ചിരിക്കുന്നത്, വിശ്വഗുരുവിന്റെ പടം അടിച്ചു വെച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏത് മാധ്യമ സ്ഥാപനത്തിന്റെ ഫേസ്ബുക്ക് പേജ് വേണമോ നിങ്ങൾ പോയി നോക്കൂ, ഇങ്ങനെ ഒരു ചിത്രം കാണാൻ പറ്റുമെന്ന്. ആ രീതിയിൽ സംഘപരിവാർ വൽക്കരണം ഏഷ്യാനെറ്റിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. കാര്യം രാജീവ് ചന്ദ്രശേഖർ ഇനിയിപ്പോ സംഘപരിവാറിന് വേണ്ടിയുള്ള ഒരു ശാഖയാക്കി ഈ സ്ഥാപനത്തെ മാറ്റിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഒരൊറ്റ ദൃശ്യം എന്ന് പറയുന്നത്. എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ്. പേര് സ്വതന്ത്ര മാധ്യമ സ്ഥാപനം, ഈ നാട്ടിൽ ഏറ്റവും ആദ്യം രൂപം കൊണ്ട പ്രൈവറ്റ് ചാനൽ, നേരോടെ നിർഭയം നിരന്തരം സംഘപരിവാറിന് വേണ്ടി പാദസേവയും വാലാട്ടലും പിന്നീട് അവർക്ക് വേണ്ടി വിടുപണിയും ചെയ്യുന്നവരാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഒരൊറ്റ സംഭവം തന്നെ. ഇനി ഏഷ്യാനെറ്റ് എന്നൊരു സ്ഥാപനത്തിൽ നിന്ന് എന്ത് വാർത്ത വന്നാലും അതിന്റെ ഉദ്ദേശശുദ്ധി നിങ്ങൾ മനസ്സിലാക്കുക. അതിന് 2 വേർഷൻ ഉണ്ട്. അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം സംഘപരിവാർ അജണ്ട മാത്രമാണ്. സംഘപരിവാറിന്റെ ഒഫീഷ്യൽ ചാനലായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏഷ്യാനെറ്റിനെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കവർ ഫോട്ടോ വരാൻ കാര്യം. ഇനി ജനൻ TV ആണ് ഒഫീഷ്യൽ സംഘപരിവാർ ചാനലാണെന്ന് ആരും കരുതണ്ട. ഏഷ്യാനെറ്റ് ആണെന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുക, അവർ കവർ ഫോട്ടോയിലൂടെ തന്നെ നിലപാട് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനിയെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷത്തെ പോലുള്ളവർ ഈ സ്ഥാപനത്തെ ബഹിഷ്കരിക്കാൻ തയ്യാറാണ്. ജനൻ TVയിൽ എന്താണോ ചെയ്തിരിക്കുന്ന നിലപാട്, അതേ നിലപാട് തന്നെ ഈ സ്ഥാപനത്തിൽ എടുക്കേണ്ടിയിരിക്കുന്നു. കാര്യം സംഘപരിവാറിന്റെ വിനീതദാസന്മാരായി, സംഘപരിവാറിന്റെ വിടുപണിക്കാരായി മാറിയ, സംഘപരിവാറിന് വേണ്ടി വാലാട്ടാനും കുരയ്ക്കാനും നടക്കുന്ന ഒരു കൂട്ടം മാപ്രകളാണ്, അതിനുവേണ്ടി പരുവപ്പെടുത്തിയെടുത്തവരാണ് ഇതിനകത്തുള്ളതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. കാര്യം ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തിട്ട് അതിനകത്തുള്ള എല്ലാ മാപ്രകളും അതിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ചവർ സ്റ്റോറി ചെയ്യുന്ന മുതിർന്ന മാപ്രയായിട്ടുള്ള എന്തിനും ഏതിനും പ്രതികരണ ശേഷിയുള്ള നമ്മുടെ പുച്ഛം ചേച്ചിയും അതിനെ അംഗീകരിച്ച് ഒപ്പിട്ട് അതിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും സംഘപരിവാറിന്റെ അടിമക്കണ്ണന്മാരാണെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് ഇനിയിപ്പോ ഏഷ്യാനെറ്റിൽ നിന്ന് അടുത്ത 5 വർഷം വരാൻ പോകുന്ന കാര്യം അവർ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയിപ്പോ ഈ 3ാമത്തെ ഈ ജോയിന്റ് സർക്കാർ അല്ലെങ്കിൽ കാലതിരുമൽ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയും ഇവിടെയുള്ള ഭരണ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി ഏഷ്യാനെറ്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ മാധ്യമ ഗൂഢാലോചനയ്ക്ക് നേരത്തെ നടത്തിക്കൊണ്ടിരുന്നതിനേക്കാൾ തീവ്രമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അവർ തുറന്നു പ്രഖ്യാപിച്ചുകൊണ്ട് വരുമ്പോൾ ആ രീതിയിൽ തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇവിടെ എന്തിനും ഏതിനും കൈരളിയല്ലേ എന്ന് ചോദിക്കുന്ന പോലെ സംഘപരിവാറിന്റെ ഏഷ്യാനെറ്റ് അല്ലേ എന്ന് തന്നെ ചോദിച്ചുകൊണ്ട് പല ചോദ്യങ്ങളെയും നേരിടേണ്ടിയിരിക്കുന്നു. കാര്യം ഏഷ്യാനെറ്റ് ചെയ്യുന്നത് സംഘപരിവാറിന് വേണ്ടിയുള്ള പൃഷ്ഠന്താങ്ങൾ പണിയാണ്. അതിനുവേണ്ടിയാണ് വരും ദിവസങ്ങളിൽ അവർ കളമൊരുക്കുന്നത്. അതിനെ നിങ്ങൾ ഏഷ്യാനെറ്റ് അല്ലേ, നിങ്ങൾ സംഘപരിവാറിന് വേണ്ടി ചോദ്യം ചോദിക്കുന്നതല്ലേ എന്നുള്ള കൃത്യമായിട്ടുള്ള പ്രതിരോധ ചോദ്യത്തോടു കൂടി മാത്രമേ ഇനി മറുപടി പറയേണ്ടതുള്ളെന്ന് പറയാണ്. കാര്യം നേതാക്കന്മാരൊക്കെ ആ രീതിയിൽ പ്രതികരിച്ചാൽ മാത്രമേ സംഘി വിധേയത്വത്തോടു കൂടി അവർ സ്വയം പ്രഖ്യാപിത സംഘികളായിട്ട്
ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വന്ന് ഈ നാട്ടിലെ ഇടതുപക്ഷ നേതാക്കന്മാരെ എല്ലാം അവഹേളിക്കാനും അപഹസിക്കാനും അവർക്കെതിരെ വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ നടക്കുന്നവരെ ആ രീതിയിൽ തന്നെ നേരിടേണ്ടതുണ്ട്. ഈ രീതിയിൽ ഒരു തുറന്നു പ്രഖ്യാപനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കണ്ണിൽ തന്നെ കാണേണ്ടവരാണ്. ജനൻ ടിവിയെ മാത്രമല്ല അറപ്പോടെയും വെറുപ്പോടെയും മാറ്റി നിർത്തേണ്ടത്, നേരോടെ നിർഭയം നിരന്തരം ഇവരെയും അകറ്റി നിർത്തേണ്ടവരാണെന്ന് അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്.